हरे कृष्णा। जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूपा, जय जय भागवता देवा, जय जय भागवता। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुभमुखादमृताद्रव्यसंयुतं पिबत भागवतं रसमालयं मुहुरभो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठुकी। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। हरिः ओम् तत्सत्। शौर्य सर्वशास्त्राब्धिपीयूष सर्ववेदैकसत्फला सर्वसिद्धान्तरत्नाढ्या सर्वलोकैकदृक्प्रदा सर्वभागवत प्राण श्रीमद्भागवत प्रभो कलिध्वन्दोदितादित्य श्रीकृष्णा परिवर्तिता परमानन्दपाठाय प्रेमवर्ष्यक्षराय ते सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तुते। मदेकबन्धो मत्सङ्गिन् मद्गुरो मन्महाधन मन्निष्ठारकमद्भाग्य मदानन्द नमोऽस्तुते। गिरन्द्रा श्रीमद्भागवतम की जय। शिल प्रभुपाद की जय, शिल गुरुदेव की जय, आनंद कोटि वैष्णव वृंद की जय, निताय गौर सिद्धनाथ प्रेमानंदे। हरि हरि बोल। ഹരേ കൃഷ്ണ. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിന്റെ 6-ാമത്തെ അധ്യായമാണ്. 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത് ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. हिरण्मयः पुरुषः सहस्र परिवत्सरान् आण्डकोश उवाप्साप्सु सर्वसत्यो सत्वोपबृंहितः. വിവർത്തന ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഹിരൺമയൻ എന്ന് വിളിക്കപ്പെടുന്ന അതിബൃഹത്തായ വിരാട് പുരുഷൻ ലോകത്തിലെ ജലത്തിനുമീതെ 1000 സ്വർഗീയ വർഷം വസിക്കുകയും എല്ലാ ജീവസത്തകളും അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും ചെയ്തു.
ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ആരെങ്കിലും വായിച്ചാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭു. ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവായി ഓരോ ലോകത്തിലും പ്രവേശിച്ചതിന് ശേഷം ലോകത്തിന്റെ അർത്ഥഭാഗം ജലത്താൽ നിറയ്ക്കപ്പെട്ടു. നമുക്ക് ദൃശ്യസാധ്യമായ ഗ്രഹ സംവിധാനങ്ങളുടെ ഭൗതികാവിഷ്കാരവും ശൂന്യാകാശവും മറ്റും മുഴുവൻ ലോകത്തിന്റെ പാതിഭാഗം മാത്രമാണ്. ആവിഷ്കാരം എടുക്കുന്നതിന് മുമ്പ് വിഷ്ണു ലോകത്തിൽ പ്രവേശിച്ചതിന് ശേഷവുമായി 1000 സ്വർഗീയ സംവത്സരങ്ങളുടെ കാലയളവുണ്ടായിരുന്നു. മഹാതത്വത്തിന്റെ ഗർഭപാത്രത്തിൽ സന്നിവേശിക്കപ്പെട്ട ജീവസത്തകളെല്ലാം ഗർഭോദശായി വിഷ്ണുവിന്റെ അവതാരത്തോടെ വിവിധ ലോകങ്ങളിലേക്ക് വിഭജിക്കപ്പെടുകയും ബ്രഹ്മാവിന്റെ ജനനം വരെ ഭഗവാനിൽ ശയിക്കുകയും ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ജീവസത്ത ബ്രഹ്മാവും മറ്റു ദേവന്മാരും ജന്തുവർഗങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത്. മനുഷ്യകുലത്തിന്റെ യഥാർത്ഥ പിതാവ് മനു ആകയാൽ മനുഷ്യകുലത്തെ സംസ്കൃതത്തിൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. മനുഷ്യത്വം വ്യത്യസ്ത ശാരീരിക ഗുണങ്ങളായി വിവിധ ഗ്രഹ സംവിധാനങ്ങളിൽ ഉടനീളം വിതരണം ചെയ്യപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വരൂപത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്ന 6ാമത്തെ അധ്യായമാണ്. ഇത് കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സോ 1 മുതൽ 5 വരെയുള്ള നമുക്ക് ജസ്റ്റ് വിവർത്തനം മാത്രം ഒന്ന് വായിക്കാം. കാരണം നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടാണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസം മെയ്യാത്ത ദിവസം നമ്മൾ ദേവന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ഒരു സമ്മറി പറയുകയായിരുന്നു. ഇന്നലെ ദിവസം നമ്മൾ വിഷുവിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സോ ഇപ്പൊ 2 ദിവസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഇതിന്റെ ആ വിവർത്തനം മാത്രം ഒന്ന് വായിക്കാം ശ്ലോകത്തിന്റെ. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും എന്താണ് നമുക്ക് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട്. സോ 1ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം. മൈത്രേയ മഹർഷി പറഞ്ഞു, മഹത്വത്വം പോലുള്ള തന്റെ ശക്തിയുടെ വിയോജിപ്പ് മൂലം ലോകത്തിലെ പുരോഗമിച്ചുകൊണ്ടിരുന്ന സൃഷ്ടി പ്രക്രിയകൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടതായി ഭഗവാൻ ശ്രവിച്ചു. ശ്ലോകം 2. പരമോന്നത ശക്തനായ ഭഗവാൻ അപ്പോൾ തന്റെ ഭൗതിക ശക്തിയുടെ ഗുണമായ കാളീദേവിയോടൊപ്പം ഒരേ സമയം 23 ഘടകങ്ങളിലും പ്രവേശിക്കുകയും 23 ഘടകങ്ങളെയും സംയോജിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 3. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷൻ ഘടകങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ ജീവസത്തകൾ ഒരുവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ജോലികളിൽ ഏർപ്പെടുന്നത് പോലെ വിഭിന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. 4ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം. പരമോന്നതന്റെ ഇച്ഛയാൽ 23 ഘടകങ്ങളും സംയോജിച്ച് പ്രവർത്തന നിരതമായപ്പോൾ ഭഗവാന്റെ അതിബൃഹത്തായ ഭൗതിക രൂപം അഥവാ വിശ്വരൂപ ശരീരം അസ്തിത്വം പ്രാപിച്ചു. ശ്ലോകം 5. ഭഗവാൻ തന്റെ വിസ്തരണത്തിന്റെ ഒരു ഭാഗത്താൽ ഭൗതിക സൃഷ്ടിയുടെ ഘടകങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവ സകല ഗ്രഹ സംവിധാനങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ഭൗതിക സൃഷ്ടികളും വിശ്രമിക്കുന്നത് അതിബൃഹത് രൂപമായി പരിണമിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ശ്ലോകത്തിൽ പറയുന്നത് ഹിരൺമയസ, അതായത് ഹിരൺമയൻ എന്ന് വിളിക്കപ്പെടുന്ന അതിബൃഹത്തായ വിരാട പുരുഷൻ ലോകത്തിലെ ജലത്തിനു മീതെ 1000 സ്വർഗീയ വർഷം വസിക്കുകയും എല്ലാ ജീവസത്തുകളും അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും ചെയ്തു. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൃഷ്ടിയുടെ ഓരോ പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് അത് ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, അത് ശ്രമിക്കുക, അതിനുള്ള ശ്രമം ചെയ്യുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ഭഗവാൻ തന്റെ വിസ്തരണത്തിന്റെ ഒരു ഭാഗത്താൽ ഭൗതിക സൃഷ്ടിയുടെ ഘടകങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവ സകല ഗ്രഹ സംവിധാനങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ഭൗതിക സൃഷ്ടികളും വിശ്രമിക്കുന്ന അതിബൃഹത് രൂപമായി പരിണമിച്ചു. അപ്പോൾ ആ ബൃഹത് രൂപം എന്ന് പറയുന്ന ഹിരൺമയൻ എന്ന് വിളിക്കപ്പെടുന്ന അതിബൃഹത്തായ വിരാട പുരുഷൻ ലോകത്തിലെ ജലത്തിന് മീതെ 1000 സ്വർഗീയ വർഷം വസിക്കുകയും എല്ലാ ജീവസത്തകളും അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഗർഭോദകശായി വിഷ്ണു ഉണ്ടാകുന്നതിന് മുൻപുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ ഗർഭോദകശായി വിഷ്ണു ഈസ് എറ്റ് ടു മാനിഫെസ്റ്റ്. അപ്പോ എന്താണ് പറയുന്നത്? ഹിരൺമയ ഓർ ദ യൂണിവേഴ്സൽ ഫീറ്റസ്. അപ്പൊ ഒരു ഇതാണ് എന്താ പറയാ, ഗർഭാവസ്ഥയിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതില് ഗർഭാവസ്ഥയിലാണ്, പക്ഷെ അതില് വളർച്ച പൂർണ്ണമായിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഓൾ ദി ലിവിംഗ് എൻറ്റിറ്റീസ് റിസൈഡഡ് ഫോർ 1000 celestial years
ഓൺ ദ കാരണ ഓഷ്യൻ. അതാണ് ആ ബൃഹത്തായ ഹിരൺമയൻ എന്ന് പറയുന്ന ആ രൂപത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ വിരാട രൂപം, അതിബൃഹത്തായ വിരാട പുരുഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയാണ്. ഭഗവാൻ ഗർഭോദകശായ വിഷ്ണു ആയി ഓരോ ലോകത്തിലും പ്രവേശിച്ചതിന് ശേഷം ലോകത്തിന്റെ അർത്ഥഭാഗം ജലത്താൽ നിറയപ്പെട്ടു. നമുക്ക് ദൃശ്യസാധ്യമായ ഗ്രഹ സംവിധാനങ്ങളുടെ ശേഷം ലോകത്തിന്റെ അർദ്ധഭാഗം ജലത്താൽ നിറയ്ക്കപ്പെട്ടു. നമുക്ക് ദൃശ്യസാധ്യമായ ഗ്രഹ സംവിധാനങ്ങളുടെ ഭൗതിക ആവിഷ്കാരവും ശൂന്യാകാശവും മറ്റും മുഴുവൻ ലോകത്തിന്റെ പാതിഭാഗം മാത്രമാണ്. ആവിഷ്കാരം എടുക്കുന്നതിന് മുൻപും വിഷ്ണു ലോകത്തിൽ പ്രവേശിച്ചതിന് ശേഷവുമായി 1000 സ്വർഗീയ സംവത്സരങ്ങളുടെ കാലയളവ് ഉണ്ടായിരുന്നു. എന്താണ്? ഒന്നുകൂടെ വായിക്കുകയാണ് ആ ഭാഗം. ആവിഷ്കാരം എടുക്കുന്നതിന് മുൻപും വിഷ്ണു ലോകത്തിൽ പ്രവേശിച്ചതിന് ശേഷവുമായി 1000 സ്വർഗീയ സംവത്സരങ്ങളുടെ കാലയളവ് ഉണ്ടായിരുന്നു. അവിടെ അത് നമ്മൾക്ക് ഊഹിക്കണം, നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഭഗവാന്റെ വിരാട് രൂപം ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഭഗവാൻ എന്നാൽ ലോകത്തിലേക്ക് പ്രവേശിച്ചു എങ്കിലും ആവിഷ്കാരം എടുക്കുന്നതിന് മുൻപും വിഷ്ണു ലോകത്തിൽ പ്രവേശിച്ചതിന് ശേഷവുമായി 1000 സ്വർഗീയ സംവത്സരങ്ങൾ ഉണ്ടായിരുന്നു. മഹത്തത്വത്തിന്റെ ഗർഭപാത്രത്തിൽ സന്നിവേശിക്കപ്പെട്ട ജീവസത്തകളെല്ലാം ഗർഭോദകശായ വിഷ്ണുവിന്റെ അവതാരത്തോടെ വിവിധ ലോകങ്ങളിലേക്ക് വിഭജിക്കപ്പെടുകയും ബ്രഹ്മാവിന്റെ ജനനം വരെ ഭഗവാനിൽ ശയിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗർഭോദകശായ വിഷ്ണുവിലേക്ക് അത് ശിലപ്രഭാതന്റെ ഭാവാർത്ഥ ഫസ്റ്റ് ലൈൻ പറയുന്നതില് ഗർഭോദകശായ വിഷ്ണുവായി ഓരോ ലോകത്തിലും പ്രവേശിച്ചതിനു ശേഷം ലോകത്തിന്റെ അർത്ഥഭാഗം ജലത്താൽ നിറയ്ക്കപ്പെടും. ആ ജലത്തിലാണ് ഇവിടെ ഹിരൺമയ എന്ന് പറയുന്ന ആ ബൃഹത്തായ വിരാട് രൂപം കിടക്കുന്നത് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ ജീവസത്തകളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രക്രിയയിലേക്ക് ഭഗവാൻ എത്തിയിട്ടില്ല എന്ന് നമുക്ക് ഭൗതിക ആവിഷ്കാരവും ശൂന്യാകാശവും മറ്റും മൂലം ഭാഗമാണ്. അപ്പം ആവിഷ്കാരം എടുക്കുന്നതിന് മുൻപാണ് ഭഗവാന്റെ ഗർഭോദകശായ വിഷ്ണു എന്ന ആവിർഭാവം എടുക്കുന്നതിന് മുൻപത്തെ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യകുലത്തിന്റെ യഥാർത്ഥ പിതാവ് മനു ആകയാൽ മനുഷ്യകുലത്തെ സംസ്കൃതത്തിൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മാവിന്റെയും ജനനത്തിന് മുൻപാണ്. ലോകത്തിലെ ആദ്യത്തെ ജീവസത്ത ബ്രഹ്മാവും മറ്റ് ദേവതമാരും ജന്തുവർഗങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായതുമാണ്. അവിടെ അത് വരുന്നതേ ഉള്ളൂ. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. സവേ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭഭാജാത്മനാൻ നാളത്മാൻ അമേകഥാ ദശഥാ ത്രിധാ. ബൃഹത്തായ വിരാട് രൂപത്തിലുള്ള മഹാതത്വത്തിന്റെ മുഴുവൻ ശക്തിയും ഭഗവാനാൽ ഭഗവാൻ തന്നെ ജീവസത്തകളുടെ ബോധമായും കർമ്മജീവിതമായും ആത്മവ്യക്തിത്വമായും യഥാക്രമം അവയുടെ 1, 10, 3 വിഭജിച്ചു. 1, 10, 3 ആയിട്ട് വിഭജിക്കുന്നത്. ഒന്നുകൂടെ വായിക്കുകയാണ്. ബൃഹത്തായ വിരാട് രൂപത്തിലുള്ള മഹാതത്വത്തിന്റെ മുഴുവൻ ശക്തിയും ഭഗവാൻ തന്നെ ജീവസത്തകളുടെ ബോധമായും കർമ്മജീവിതമായും ആത്മവ്യക്തിത്വമായും യഥാക്രമം അവയുടെ 1, 10, 3 വിഭജിച്ചു. എന്തൊക്കെയാണ് അപ്പം 1, 3, 10 എന്ന് 1, 10, 3 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജീവസത്തകളുടെ ബോധം അത് 1, കർമ്മജീവിതം അത് 10, ആത്മവ്യക്തിത്വം അത് 3. ഭാവാർത്ഥം വായിച്ചാട്ടെ. ആരെങ്കിലും അടുത്താരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ പ്രഭു എന്നെ ഡ്യൂട്ടിക്ക് വിടേണ്ട തിരക്കില്ല. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ പ്രഭു. ഡ്യൂട്ടിക്ക് വിടേണ്ട തിരക്കില്ല ഇവിടെ. ശരി, ഓക്കെ. എന്നാ വേറെ ആരെങ്കിലും വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കാമോ? മായജിതം ആദ്യം വായിച്ചാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവസത്തയുടെ അല്ലെങ്കിൽ ആത്മാവിന്റെ അടയാളമാണ് അവബോധം. ആത്മാവിന്റെ അസ്തിത്വം ജ്ഞാനശക്തി എന്ന് വിളിക്കപ്പെടുന്ന അവബോധത്തിന്റെ രൂപത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. വിരാട് രൂപത്തിന്റെ സമ്പൂർണമായ അവബോധം തന്നെയാണ് വ്യക്തികളിലും 10 വിഭാജ്യങ്ങളുള്ള അവബോധത്തിന്റെ പ്രവർത്തനം ജീവിതവായുവിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രാണ, അപാന, ഉദാന, വ്യാന, പ്രാണവായു, സമാന
എന്നീ പേരുകളിൽ വിളിക്കപ്പെടുന്ന ജീവവായുക്കൾക്ക് നാഗ, കൂർമ്മ, കൃകര, ദേവദത്ത, ധനഞ്ജയ എന്നിങ്ങനെ വ്യത്യസ്ത ഗുണങ്ങളുമുണ്ട്. ആത്മാവബോധം ഭൗതികാന്തരീക്ഷത്താൽ മലിനമാക്കപ്പെടുകയും അങ്ങനെ ശരീര വ്യക്തിത്വത്തിന്റെ മിഥ്യാഹങ്കാരത്താൽ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ വിവിധ പ്രവർത്തനങ്ങളെ ഭഗവത്ഗീത 2:4 ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിന. പരിശുദ്ധ അവബോധത്തിന്റെ അഭാവത്താൽ ബദ്ധാത്മാവ് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കുഴപ്പങ്ങളിൽ കുടുങ്ങുന്നു. പരിശുദ്ധ അവബോധത്തിൽ പ്രവർത്തനം ഒന്ന് മാത്രമായിരിക്കും. വ്യക്തിയുടെ ആത്മാവിന്റെ അവബോധം പരമോന്നത അവബോധത്തിലേക്ക് തിരിയുമ്പോൾ രണ്ടിന്റെയും സമന്വയം നടക്കുന്നു. അദ്വൈതവാദികൾ ഒരവബോധമേയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ സാത്വതന്മാർ അഥവാ ഭക്തർ ഒരവബോധമുണ്ടെങ്കിൽ കൂടിയും അതും വ്യവസ്ഥാ വിധേയമാണെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിഗത അവബോധം പരമോന്നതന്റെ അവബോധത്തിനെ പിന്തുടരാൻ ഉപദേശിച്ചിരിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീത 18:66 പറഞ്ഞിട്ടുള്ളത് പോലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. പരമോന്നത അവബോധത്തോട് പിന്തുടരാനും അങ്ങനെ അവബോധം പരിശുദ്ധമാക്കാനും വ്യക്തി അവബോധം അർജുനൻ ഉപദേശിച്ചു. അവബോധത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് മഠയത്തരമാണ്. അവയ്ക്ക് ഭഗവാനോട് അനുഗമിച്ച് പരിശുദ്ധമാകാൻ കഴിയും. പരിശുദ്ധിയുടെ അനുപാതം അനുസരിച്ച് ബോധത്തിന്റെ ആത്മസാക്ഷാത്കാര രീതികളെ 3ആയി വിഭജിച്ചിരിക്കുന്നു: ആധ്യാത്മികം അഥവാ ശരീര മനസ്സുകളോടുകൂടി ആത്മാവിഷ്കാരം, ആദിഭൗതികം അഥവാ ഭൗതികോൽപ്പന്നങ്ങളോടുകൂടി ആത്മാവിഷ്കാരം, ആദിദൈവികം അഥവാ ഭഗവാന്റെ സേവകൻ എന്ന നിലയിലുള്ള ആത്മാവിഷ്കാരം. ഈ 3-ൽ ആദിദൈവിക ആത്മാവിഷ്കാരം ഭഗവത് ഇച്ഛയെ അനുധാവനം ചെയ്തുള്ള അവബോധത്തിന്റെ പരിശുദ്ധീകരണത്തിന്റെ പ്രാരംഭമാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. സോ നമുക്കിവിടെ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ വിവർത്തനത്തിൽ പറയുന്നത്? ജീവസത്തകൾ, ഭഗവാൻ തന്നെ ജീവസത്തകളുടെ ബോധമായും കർമ്മജീവിതമായും ആത്മവ്യക്തിത്വമായും യഥാക്രമം അവയുടെ 1ഉം 10ഉം 3ഉം ആയി വിഭജിച്ചു. അപ്പൊ ശ്രീ പ്രഭുപാദന്റെ ഭാവാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ 1, 10, 3 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വിരാട പുരുഷ എന്ന് പറയുന്ന എന്താ പറയാ, ശരീരം രൂപമെടുക്കുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ ജീവസത്തകൾ രൂപമെടുക്കുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ നിന്ന് ഈ 3 കാര്യങ്ങളായിട്ട് വരികയാണ്. അത് എനർജി, മഹത്തത്വ എന്ന് പറയുന്ന എനർജിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അത് ജീവശക്തി, പ്രാണശക്തി, ആത്മശക്തി എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പം ജീവശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ജീവസത്തയുടെ അല്ലെങ്കിൽ ആത്മാവിന്റെ അടയാളമാണ് അവബോധം. ആത്മാവിന്റെ അസ്തിത്വം ജ്ഞാനശക്തി എന്ന് വിളിക്കപ്പെടുന്നു. അവബോധത്തിന്റെ രൂപത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് 1 എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം 1, 10, 3 എന്ന് കണ്ടതില് 1ാമത്തെ എന്ന് പറയുന്നത് ജ്ഞാനശക്തി എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ആത്മാവ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിരാട രൂപത്തിന്റെ സമ്പൂർണമായ അവബോധം തന്നെയാണ് വ്യക്തികളിലും 10 വിഭാജ്യങ്ങളുള്ള അവബോധത്തിന്റെ പ്രവർത്തനം ജീവവായുവിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പൊ ജീവവായുവാണ് ജീവവായു എന്ന് പറയുന്നത് നമുക്കറിയാം. പഞ്ച പ്രാണവായുവും 5 ഉപവായുവുമുണ്ട്. അതാണ് ഈ 10 എന്ന് പറയുന്നത്. പ്രാണ, അപാന, ഉദാന, വ്യാന, സമാന എന്ന് പറയുന്നതാണ് 5 പ്രാണവായുക്കൾ. പിന്നീട് അതിന് പറയുന്ന ഉപവായു എന്ന് പറയുന്ന 5 ഉപവായു എന്ന് പറയുന്നത് നാഗ, കൂർമ്മ, കൃകര, ദേവദത്ത, ധനഞ്ജയ. ഈ 10 എണ്ണത്തിന്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇതാണ് 10 എന്നിങ്ങനെ വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ആത്മാവബോധം ഭൗതിക അന്തരീക്ഷത്താൽ മലിനമാക്കപ്പെടുകയും അങ്ങനെ ശരീര വ്യക്തിത്വത്തിന്റെ മിഥ്യ അഹങ്കാരത്താൽ വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. സോ ഇതിവിടെ ഈ 3 ഇതാണ് 10 എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ ചില പ്രഭുപാദ് ഇവിടെ പറയുന്നത് ഈ വിവിധ പ്രവർത്തനങ്ങളെ ഭഗവത്ഗീതയിൽ. ഒന്നാമത്തെ ഒന്നുകൂടെ പറയാമോ? 3 എണ്ണം ഉള്ള ജീവശക്തി, ജ്ഞാനശക്തി.
ഓക്കെ. അതായത് അത് ജീവശക്തി, പ്രാണശക്തി, ആത്മശക്തി. അതായത് ജീവശക്തി എന്ന് പറയുന്നത് ജീവാത്മാവ് തന്നെ, പ്രാണശക്തി എന്ന് പറയുന്ന ലൈഫ് എയർ നമ്മൾ പറഞ്ഞു, പഞ്ച പ്രാണവായു, പഞ്ച ഉപവായു, അതാണ് 10. ഇനി ആത്മശക്തി എന്ന് പറയുന്നത് സെൽഫ് ഐഡന്റിഫിക്കേഷൻ വിച്ച് ആർ ഡിവൈഡ് ഇൻ ടു, അതാണ് 1, 10, 3 എന്ന് പറയുന്നത്. അപ്പൊ അതില് ശില പ്രഭുപാദ ഭാവാർത്ഥത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് അതിന് ആ 3 എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ആദിദൈവിക, ഈ 3 ആദിദൈവിക, അതിനു മുമ്പ് പറയുന്നത് എവിടെയാണ്? അവയ്ക്ക് ഭഗവാനോട് അനുഗമിച്ച് പരിശുദ്ധമായി കഴിയാൻ പറ്റും. പരിശുദ്ധ അപ്പൊ അനുപാതം അനുസരിച്ച് ബോധത്തിന്റെ ആത്മസാക്ഷാത്കാര രീതികളെ 3ആയി വിഭജിച്ചിരിക്കുന്നു. ആധ്യാത്മികം അഥവാ ശരീര മനസ്സോടു കൂടിയ ആത്മാവിഷ്കാരം, ആദിഭൗതികം അഥവാ ഭൗതികോൽപ്പന്നങ്ങളോട് കൂടിയ ആത്മാവിഷ്കാരം, അതിദൈവികം അഥവാ ഭഗവാന്റെ സേവകൻ എന്ന നിലയിലുള്ള ആത്മാവിഷ്കാരം. ഈ 3 ആദിദൈവിക ആവിഷ്കാരം ഭഗവത് ഏച്ഛയെ അനുധാവനം ചെയ്തുള്ള അവബോധത്തിന്റെ പരിശുദ്ധീകരണത്തിന്റെ പ്രാരംഭമാകുന്നു. ഇതാണ് ഇതിൽ പറയുന്ന 1. പലരുടെയും മൈക്രോഫോൺ അൺമ്യൂട്ട് ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ഇവിടെ ഇതാണ് 1, 10, 3 എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യങ്ങൾ. അതെന്താണ്? അത് വിരാട പുരുഷന്റെ മഹത്വത്തിലേക്ക് വരുന്ന ആ ഒരു ഭാവുകമാണ്. അത് ജീവശക്തി, പ്രാണശക്തി, ആത്മശക്തി എന്ന് പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശ്ലോകം 8 നമുക്ക് പോകാം. യേശ ഹ്യശേഷ സത്വാനാം ആത്മാംശ പരമാത്മനഃ ആദ്യോ അവതാരോ യത്ര സൗ ഭൂതഗ്രാമോ വിഭാവ്യതേ. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. പരമാത്മാവിന്റെ ആദ്യത്തെ അവതാരവും വിസ്തരണ ഭാഗവുമാണ് ഭൗതിക ലോകത്തെ പരമദിവ്യോത്തമ പുരുഷന്റെ ബൃഹത്തായ വിശ്വരൂപം. എണ്ണമറ്റ ജീവസത്തകളുടെ ആത്മാവായ അദ്ദേഹത്തിലാണ് സൃഷ്ടി സഞ്ചയം വിശ്രമിക്കുന്നതും പുഷ്ടി പ്രാപിക്കുന്നതും. അപ്പൊ ഇവിടെ ഭഗവാന്റെ വിരാട പുരുഷൻ പരമാത്മാവിന്റെ ആദ്യത്തെ അവതാരവും വിസ്തരണ ഭാഗവുമാണ് ഭൗതിക ലോകത്തെ പരമദിവ്യോത്തമ പുരുഷന്റെ ബൃഹത്തായ വിശ്വരൂപം. ഇവിടെ പരമാത്മാവെന്ന ഭഗവാൻ ഭൗതിക ലോകത്തിലെ ആദ്യമായിട്ട് പ്രകടമാകുന്നത് വിരാട പുരുഷനായിട്ടാണ് എന്നിവിടെ പറയുകയാണ് ചെയ്യുന്നത്. അത് ബൃഹത്തായ വിശ്വരൂപം. എണ്ണമറ്റ ജീവസത്തകളുടെ ആത്മാവായ അദ്ദേഹത്തിലാണ് സൃഷ്ടി സഞ്ചയം വിശ്രമിക്കുന്നതും പുഷ്ടി പ്രാപിക്കുന്നതും. വിരാട പുരുഷന്റെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ എല്ലാം പ്രോസസ്സിങ് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഭാവാർത്ഥം വായിച്ചിട്ട് അടുത്ത് ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. വായിച്ചട്ടെ. ആരാ വായിക്കേണ്ടത്? അമ്പിളി മാതാജി പ്രഭു. ഹരേ കൃഷ്ണ. അമ്പിളി മാതാജി. ഓക്കെ, ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം. ശിലപ്രഭുപാദ് കി ജയ്. വ്യക്തിപരമായ സമഗ്ര വികസനങ്ങൾ, വേറിട്ട ലഘു വികസനങ്ങൾ എന്നിങ്ങനെ 2 വിധങ്ങളിലാണ് പരമദിവ്യോത്തമ പുരുഷന്റെ വിസ്തരണങ്ങൾ. വ്യക്തിപരമായ വിസ്തരണങ്ങൾ വിഷ്ണു തത്വത്തിന്റെ ഏതും വേറിട്ട വിസ്തരണങ്ങൾ ജീവസത്തകളുടേതുമാകുന്നു. ജീവസത്തകൾ തീരെ ചെറുതാകിയാൽ അവ ഭഗവാന്റെ പ്രാന്തീയ അരികിൽ ഒഴുകിയെത്തുന്ന അവതാരങ്ങളെന്ന് ചിലപ്പോഴൊക്കെ വിശേഷിക്കപ്പെടുന്നു. എന്നാൽ നിഗൂഢ യോഗികൾ പരമാത്മാവിനെയും ജീവാത്മാവിനെയും ഒന്നായി പരിഗണിക്കുന്നു. ഇക്കാര്യത്തിൽ വിവാദമുണ്ട്. എങ്ങനെയായാലും സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഭഗവാന്റെ വിശ്വരൂപത്തിലാണ് വിശ്രമിക്കുന്നത്. ഇവിടെ പറയുന്നത് ഗർഭോദകസായ വിഷ്ണു ഭഗവാന്റെ വിരാട രൂപത്തിൽ നിന്ന്, അല്ലെങ്കിൽ വിരാട രൂപം എന്ന് പറയുന്നത് ഗർഭോദകസായ വിഷ്ണുവിന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ അവതാരമാണ് ഭൗതിക പ്രപഞ്ചത്തിലേക്കുള്ളത്. ആൻഡ് ഈസ് എ സെൽഫ് ഓഫ് അൺലിമിറ്റഡ് ലിവിങ് എൻറ്റിറ്റീസ് that all rest in him. എല്ലാ ജീവസത്തകളും ഭഗവാന്റെ ആ വിരാട രൂപത്തിൽ അല്ലെങ്കിൽ ഗർഭോദകസായ വിഷ്ണുവില് ആണ്
കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ അതിലാണ് വിശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നതാണ് വ്യക്തിപരമായ സമഗ്ര വികസനങ്ങൾ, വേറിട്ട ലഘു വികസനങ്ങൾ എന്നിങ്ങനെ 2 വിധങ്ങളിലാണ് പരമദിവ്യോത്തമ പുരുഷന്റെ വിസ്തരണങ്ങൾ. സോ ആ 2 തരത്തിലുള്ള എക്സ്പാൻഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വ്യക്തിപരമായ വിസ്തരണങ്ങൾ എന്ന് പറയുന്ന വിഷ്ണു തത്വവും വേറിട്ട വിസ്തരണങ്ങൾ എന്ന് പറയുന്ന ജീവസത്വങ്ങളുടേതുമാകുന്നു. അത് അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിയും എക്സ്റ്റേണൽ പൊട്ടൻസിയുമാണ്. അപ്പോൾ ജീവസത്തകളെ ചെറുതാകിയാൽ അവ ഭഗവാന്റെ പ്രാന്തീയ അവതാരങ്ങൾ എന്ന് ചിലപ്പോഴൊക്കെ അവതരിക്കുന്നു. നമ്മൾക്ക് ചെറിയ ഒരു പ്രാന്തീയമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മീനിയൽ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആണ്. ലോക്കലൈസ്ഡ് പ്രഭു ലോക്കലൈസ്ഡ് ആണല്ലേ പ്രഭു? പ്രാന്തീയാണ് ലോക്കലൈസ്ഡ്. ലോക്കലൈസ്ഡ് അരികിൽ ഒഴുകിയെത്തുന്ന എന്നാണ്, അത് കറക്റ്റ്. അതിന് പ്രാന്തീയമായിട്ടുള്ള ലോക്കലൈസ്ഡ് ആകാം, വളരെ മീനിയിലായിട്ടുള്ളതാണ് ചെറുതാകുന്നത്. മീനിയിലായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ളതെന്ന് തന്നെ പറയാം. കറക്റ്റ്, അത് കറക്റ്റാണ്. സോ 9ാമത്തെ ശ്ലോകത്തില് സാധ്യാത്മസാധി ദൈവശ്ച സാധിഭൂത ഇതി ത്രിധ വിരാട് പ്രാണോ ദശവിധ ഏകഥാ ഹൃദയേന ച. അദ്ദേഹം ശരീര മനസ്സേന്ദ്രിയങ്ങളാണെന്ന വിവേകത്തിൽ ഭൗതിക വിരാട് രൂപം 3ആയും 10ആയും ഏകമായും പ്രതിനിധാനം ചെയ്യപ്പെടുന്നു. 10 വിധ പ്രാണൻ ജീവശക്തികളുടെ എല്ലാ ചലനങ്ങളുടെയും വീര്യവത്തായ ചാലക ശക്തിയും ജീവശക്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏക ഹൃദയവും അദ്ദേഹമാകുന്നു. സോ അടുത്ത വീണ്ടും 1, 10 and 3 അവിടെ തിരിച്ച്, ആദ്യം നമ്മള് അത് തന്നെ സെയിം 1, 10, 3 എന്നുള്ള അതേ കാര്യങ്ങൾ വീണ്ടും വരികയാണ് ചെയ്യുന്നത്. സോ അടുത്ത ആരാണ് ഭാവാർത്ഥം വായിക്കേണ്ടത്? അജി മാതാജി, മല്ലിക മാതാജി. രാജേശ്വരി മാതാജി അല്ലേ വായിക്കേണ്ടത്? അതെ, രാജേശ്വരി മാതാജി കഴിഞ്ഞിട്ടാ ഞാൻ. അല്ല, രാജേശ്വരി മാതാജി 9ാമത്തെ. രജേശ്വരി മാതാജി വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പാരഗ്രാഫ് വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഭഗവത്ഗീത 7:4-5 പറഞ്ഞിരിക്കുന്നു: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നീ 8 ഘടകങ്ങളും ഭഗവാന്റെ താഴ്ന്ന ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ താഴ്ന്ന ശക്തിയുടെ ഉപഭോക്താക്കളും യഥാർത്ഥത്തിൽ പരമോന്നത ശക്തിയുടെ അഥവാ ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ സ്വന്തവുമാണ് ജീവസത്തകൾ. 8 താഴ്ന്ന ശക്തികളും സൂക്ഷ്മതയോടെയും സ്ഥൂലതയോ വളർച്ച പ്രാപിക്കുമ്പോൾ പരമോന്നത ശക്തി കേന്ദ്രീകൃത ഉൽപാദന ശക്തിയായി വർത്തിക്കുന്നു. ഇത് മനുഷ്യ ശരീരത്തിൽ അനുഭവമാണ്. ഭൗതിക ശരീരത്തിന്റെ വളർച്ച രൂപപ്പെടുത്തുന്ന ഭൂമി തുടങ്ങിയ ഘടകങ്ങളും ശരീരത്തിനൊരു കോട്ട്, മേൽവസ്ത്രം പോലെയാണെങ്കിൽ സൂക്ഷ്മമായ മനസ്സ്, മിഥ്യാഹങ്കാരവും അകം വസ്ത്രങ്ങളാകുന്നു. ശരീരത്തിന്റെ ചലനശക്തി ആദ്യം ഉൽപാദിതമാകുന്നത് ഹൃദയത്തിലാണ്. ഇന്ദ്രിയങ്ങൾ അകത്തുള്ള 10 വിധ വായുക്കളുടെ ശക്തിയാൽ എല്ലാവിധ ചലനങ്ങളും സാധ്യമാക്കുന്നു. 10 വായുക്കൾ: നാസികയിലൂടെ ശ്വസിക്കുന്ന പ്രധാന വായു പ്രാണൻ, ഗുദത്തിലൂടെ പുറത്തു പോകുന്ന വിസർജ്യവായു അപാനൻ, ആമാശയത്തിലെ ആഹാരത്തെ ക്രമീകരിക്കുകയും ചിലപ്പോൾ വേമ്പക്കമായി പുറത്തു പോവുകയും ചെയ്യുന്ന വായു സമാനൻ, കണ്ടത്തിലൂടെ കടന്നു പോവുകയും നിലയ്ക്കുമ്പോൾ ശ്വാസമുട്ടലുണ്ടാക്കുകയും ചെയ്യുന്ന വായു ഉദാനൻ, ശരീരത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വായു. മതജി, ഹരേ കൃഷ്ണ. സോറി, ക്ഷമിക്കാം മതജി. മതജി കുറച്ചുകൂടെ മൈക്രോഫോൺ അടുത്ത് വെച്ചെന്ന് പറയാമോ? കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവുന്നത്. അത്ര ക്ലിയർ അല്ല. ഹരേ കൃഷ്ണ. ശരീരത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വായു വ്യാനൻ. ഇവ 5 പ്രധാന വായുക്കളായി കണക്കാക്കപ്പെടുന്നു. ഇവയേക്കാൾ സൂക്ഷ്മങ്ങളാണ് ഇനിയുള്ളവ. അവ കണ്ണുകളും വായും മറ്റും തുറപ്പിക്കുന്ന വായു നാഗൻ, വിശപ്പ് ഉണ്ടാക്കുന്ന വായു കൃകരൻ, സങ്കോചത്തിന് സഹായിക്കുന്ന വായു കൂർമൻ,
ആശ്വാസത്തിന് വേണ്ടി കൂട്ടുവായിടുന്ന വായു ദേവദത്തൻ, ജീവസന്ധാരണത്തിന് സഹായിക്കുന്ന വായു ധനഞ്ജയൻ. ഹരേ കൃഷ്ണ. അതുവരെയല്ലേ ഹരേ ആ, കൃഷ്ണ. പ്രഭു? ഹരേ കൃഷ്ണ. കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ. കേൾക്കാം, മതി, ഹരേ വായിച്ചോ. കൃഷ്ണ. ഹൃദയത്തിന്റെ മധ്യത്തിൽ നിന്നാണ് ഈ വായുക്കളെല്ലാം ഉൽപ്പാദിതമാകുന്നത്. ശരീരത്തിന്റെ ആത്മാവിനൊപ്പം ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്ത് ഭഗവാന്റെ മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഭഗവാന്റെ പരമോന്നത ശക്തിയാണ് ഈ കേന്ദ്രശക്തി. ഭഗവത്ഗീത 15:15 ഇനി താഴെ പറയും പോലെ വിശദമാക്കിയിരിക്കുന്നു. സർവസ്യം ച അഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർ ജ്ഞാനം അബോഹനം ച വേദൈശ്ച സർവൈർഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനാൽ ഹൃദയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂർണ്ണമായ കേന്ദ്രശക്തി ബദ്ധാത്മാക്കളെ സ്മൃതി വിസ്മൃതികൾക്ക് സഹായിക്കുന്നു. ആത്മാവിന്റെ ബദ്ധതയ്ക്കുള്ള ഹേതു ഭഗവാനോടുള്ള വിധേയബന്ധത്തിന്റെ വിസ്മൃതിയാകുന്നു. തന്നെ വിസ്മരിക്കുന്നത് തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ ഭഗവാൻ ഓരോ ജന്മത്തിലും അതിന് സഹായിക്കുന്നു. തന്നെ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ അദ്ദേഹം തന്റെ ഒരു ഭക്തന്റെ സഹചാരിയാക്കി കൂടുതൽ തന്നെ ഓർമ്മിക്കുവാൻ സഹായിക്കുന്നു. അങ്ങനെ ബദ്ധാത്മാവിനെ ആധ്യാത്മികമായ ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരീഷ, മല്ലിക മാതാജി ഉണ്ടോ? അടുത്ത പാരഗ്രാഫ് മല്ലിക മാതാജി വായിക്കേണ്ടത്. ഒക്കെ വേറെ ആയാലും വായിച്ചിട്ടില്ലെങ്കിൽ ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചോട്ടെ പ്രഭു? വായിച്ചത്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അതീന്ദ്രിയ സഹായത്തെ പറ്റി ഭഗവത്ഗീത 10:10 ഇങ്ങനെ വിശദമാക്കിയിരിക്കുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധി യോഗം തം ഏനമാം ഉപയാന്തിതേ. ഭൗതിക നിർമ്മിതിയുടെ സ്വാഭാവികമായ കുരുക്കുകളുടെ ബദ്ധാവസ്ഥയിൽ നിന്ന് ഉയരാൻ മനസ്സിന്റെ ബുദ്ധിപൂർവകമായ അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിലൂടെ ആത്മാവിഷ്കാരം പ്രഖ്യാപിക്കുന്ന ബുദ്ധിയോഗ പ്രക്രിയ വഴി മാത്രമേ ഒരുവന് കഴിയൂ. ഭീമങ്ങളായ യന്ത്ര സംവിധാനങ്ങളുടെ ആഴങ്ങളിൽ കഴിയുന്ന ഒരുവന്റേതു പോലെയുള്ള ജീവസത്തയുടെ ബദ്ധാവസ്ഥ മാനസികമായ ഊഹാപോഹങ്ങൾക്ക് ബുദ്ധിയോഗത്തിന്റെ തലത്തിലേക്ക് എത്താൻ നിരവധി ജന്മങ്ങൾ വേണ്ടിവരും. എന്നാൽ ബുദ്ധിക്കും മനസ്സിനു മുകളിൽ സ്ഥാനമുള്ള തലത്തിൽ നിന്നോ പ്രവർത്തനം ആരംഭിക്കുന്ന ബുദ്ധിമാന്മാർക്ക് വളരെ വേഗം ആത്മസാക്ഷാത്കാരം പ്രാപ്തമാകും. ബുദ്ധിയോഗ പ്രക്രിയ ഒരു ഘട്ടത്തിലും ഭയമോ പതനമോ ഉണ്ടാക്കാത്ത ആകയാൽ അത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഉറപ്പാർന്ന പാതയാണെന്ന് ഭഗവത്ഗീത 2:40 സ്ഥിരീകരിക്കുന്നു. ആത്മാവും പരമാത്മാവും ഒരേ മരത്തിലിരിക്കുന്ന 2 കിളികളാണെന്ന് ശ്വേതാശ്വേതര ഉപനിഷത്ത് മാനസിക അഭ്യൂഹികൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒരു പക്ഷി വൃക്ഷത്തിലെ ഫലം തിന്നുമ്പോൾ മറ്റേ പക്ഷി അത് നിരീക്ഷിച്ചിരിക്കുക മാത്രം ചെയ്യുന്നു. അത് നിർമ്മമനായി സാക്ഷ്യം വഹിച്ചു മറ്റേ പക്ഷിയെ ആസ്വാദനത്തിന് സഹായിക്കുന്നു. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള അല്ലെങ്കിൽ ദൈവവും ജീവസത്തയും തമ്മിലുള്ള ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത ബദ്ധാത്മാവിന് തന്റെ സമയം വരുന്നതുവരെ ഭൗതിക ലോകത്തിലെ യന്ത്ര സംവിധാനങ്ങളിൽ കുരുങ്ങിക്കിടക്കേണ്ടി വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. എല്ലാവരും വായിച്ച നന്ദി. ഇത് ഭാവാർത്ഥം കുറച്ച് വലിയ ഭാവാർത്ഥമാണ്. അതിൽ കുറെ റെഫറൻസുകൾ ചില പ്രഭുപാദ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ ഒരു 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് വിരാട പുരുഷന്റെ ഒരു ഫോർമേഷനെ കുറിച്ചിട്ടാണ് വിശദമായിട്ട് പറയുന്നത്. അപ്പൊ 10ാമത്തെ ശ്ലോകത്തോടുകൂടി ആ ഒരു ഭാഗം തീരുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ശരീര മനസ്സേന്ദ്രിയങ്ങൾ ആണെന്ന വിവേകത്തിൽ ഭൗതിക വിരാട രൂപം 3ആയും 10ആയും ഏകമായും പ്രതിനിധാനം ചെയ്യപ്പെടുന്നു. 10 വിധ പ്രാണൻ ജീവശക്തികളുടെ എല്ലാ ചലനങ്ങളുടെയും വീര്യവത്തായ ചാലക ശക്തിയും ജീവശക്തി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏക ഹൃദയവും അദ്ദേഹമാകുന്നു. അപ്പൊ ഇതിപ്പം നമ്മളിപ്പോ ഇതുവരെ കണ്ടത് ജസ്റ്റ് ഒന്ന് സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ക്ലിയർ ആകും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ആദ്യം നമ്മൾ കണ്ടത് കാരണോദകസായി വിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം അദ്ദേഹം ആ ഒരു എന്താ പറയാ ക്രിയേഷൻ ഒരു സസ്പെൻഡ് ചെയ്ത് നമ്മൾ കണ്ടത്. ആദ്യം കണ്ടത് മഹത്തത്വത്തിന്റെ ഇത് കാരണം തൽക്കാലത്തേക്ക്
നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഒരു അൺമിക്സ്ഡ് സ്റ്റേജിലായിരുന്നു. അത് എല്ലാം കൂടെ അന്ന് സെപ്പറേറ്റ് ആയി കിടക്കുകയായിരുന്നു എല്ലാം കൂടെ. അതായത് മഹത്വത്തിന്റെ രൂപം എന്ന് പറയുന്നത് ഫോം ആയിട്ടില്ല, അതിനു മുൻപുള്ള മിക്സ് ആകാതെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പൊസിഷനായിരുന്നു. അതുകൊണ്ടാണ് ആ സമയം കുറച്ച് സമയത്തേക്ക് സൃഷ്ടി എന്ന് പറയുന്നത് നിർത്തിവെച്ചിരുന്നത്. അതിനുശേഷം ഭഗവാന് ഒരു ബിഭ്രത് ശക്തി എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ ഭഗവാൻ എല്ലാം കൂടെ ചേർത്തു വെച്ച്, ഈ പറഞ്ഞ സെപ്പറേറ്റ് ആയി കിടന്ന എല്ലാ തത്വങ്ങളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സുവർണ നിറത്തിലുള്ള ഒരു അണ്ഡത്തിന്റെ രൂപത്തിൽ എന്താ ഈ നമ്മുടെ ഈ പ്രപഞ്ചമാകുന്ന അണ്ഡത്തിന്റെ രൂപത്തിലേക്ക് അതിനെ അയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ അണ്ഡം എന്ന് പറയുന്നത് അതാണ് യൂണിവേഴ്സൽ എഗ്, അല്ലെങ്കിൽ ഈ ഭൗതിക എന്താണ് മലയാളത്തിൽ പറയുന്നതാണ് ഭൗമാണ്ഡം. ഭൗമാണ്ഡം എന്ന് പറയുന്നത്. സോ അതെന്താണ്, നമ്മുടെ ഗർഭപാത്രത്തില് ഒരു കുട്ടി വളരുമ്പോൾ കൈകാലുകളൊക്കെ വെക്കുന്നതിന് മുൻപുള്ള ഒരു ഭാഗം, ഒരു മാംസപിണ്ഡം പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണത്. അതിനെ അതാണ് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ഭൗമ അണ്ഡത്തില് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എല്ലാത്തിനെയും അവിടെ വെച്ചുകൊണ്ട് 1000 ദേവവർഷങ്ങൾ അതിൽ തന്നെ വസിച്ചു എന്നുള്ളത് നമ്മൾ അതിനുശേഷം കണ്ടു. അതിനുശേഷമാണ് ഗർഭോദകശായി വിഷ്ണു ആ ഗോൾഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സുവർണമായിട്ടുള്ള ആ ഭൗമ അണ്ഡത്തിലേക്ക് കയറിയിട്ട് ഓരോ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ദേവീദേവന്മാർക്കും എല്ലാം ജീവൻ പകരുന്നു. അതായത് എല്ലാവരെയും എൻലൈവൻ ചെയ്യുകയാണ്. ഇത് എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയെടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അത്. അവർക്ക് ഫീൽ ചെയ്ത് അവർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ. അതായത് അതിനു മുൻപും ഒരു സൃഷ്ടി ഉണ്ടായിരുന്നു. ആ സൃഷ്ടിയിൽ വെച്ചിട്ട് അവര് അനുഭവിച്ചതിന്റെ തുടർഭാഗം എന്നോണമാണ് ഇപ്പൊ ഈ ഒരു സൃഷ്ടിയെ കുറിച്ച് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ്, അതാണ് അവർക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്നൊരു ഭാവം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാകാനുള്ള കാരണം. അവിടെയാണ് ജീവനെയും എല്ലാ ജീവസത്തകളെയും ദേവീദേവന്മാർ ഉൾപ്പെടെയുള്ളവരെ അവിടെ ഭഗവാൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പുനഃസൃഷ്ടി അവിടെ നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് വിരാട പുരുഷൻ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1, 10, 3 എന്ന് പറയുന്ന അതിനെ വിഭജിച്ചത്. അതിനെ വീണ്ടും അവിടെ വിഭജിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് നമ്മൾ കണ്ടു. എന്താണ് ജീവശക്തി, പ്രാണശക്തി, ആത്മശക്തി എന്ന് പറയുന്ന അത്. ജീവശക്തി എന്ന് പറയുന്നത് ജീവാത്മാവാണ്. അത് കോൺഷ്യസ്നെസ് ആണ്, ജീവന്റെ ആ ഒരു ചേതനയാണ്. അത് നമ്മൾ കണ്ടു. 10 പ്രാണവായുവിനെ കുറിച്ച് നമ്മൾ കണ്ടു. ആ 10 പ്രാണവായു എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള പ്രഭുപാദ് ഭാവാർത്ഥത്തില് വിവരിക്കുന്നുണ്ട്. പ്രാണ എന്ന് പറയുന്നത് നമ്മളെ മൂക്കിൽ കൂടി ചെയ്യുന്ന ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന വായുവിനെയാണ് പ്രാണവായു എന്ന് പറയുന്നത്. അപാനവായു എന്ന് പറയുന്നത് നമ്മള് മൂലദ്വാരത്തിൽ കൂടി നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിനെയാണ് അപാനവായു എന്ന് പറയുന്നത്. സമാന എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലുള്ള വയറിലുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വായു നമ്മൾ ഏമ്പക്കം വിടുമ്പോൾ വായിൽ കൂടെ നമ്മൾ വരുന്നുണ്ട്. ആ വായുവിനെയാണ് സമാന വായു എന്ന് പറയുന്നത്. ഉപാനവായു എന്ന് പറയുന്നത് നമ്മള് തൊണ്ടയിൽ കൂടി വരുന്ന നമുക്ക് എന്താ പറയാ, നമുക്ക് ചില സമയങ്ങളിൽ ഈ സഫോക്കേഷൻ, ഏതൊരു ശ്വാസം മുട്ടല് പോലെ നമ്മൾ തോന്നുന്ന ആ തൊണ്ടയിൽ കൂടി ഉണ്ടാകുന്ന ആ വായുവാണ് ഉപാനവായു എന്ന് പറയുന്നത്. വ്യാന എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വായുവാണ് വ്യാന എന്ന് പറയുന്ന വായു. പിന്നെ നാഗ ഇത് നമ്മളിപ്പോ ആദ്യം കണ്ടത് പ്രാണവായുവാണ്, പഞ്ചപ്രാണവായു. ഇനി ഉപവായു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത് നാഗ എന്ന് പറയുന്നത് ഈ നമ്മുടെ കണ്ണുകളും വായും ഒക്കെ തുറക്കാനായിട്ടുള്ള ആ ഒരു ശക്തിയാണ് നാഗവായു എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. കൃകര എന്ന് പറയുന്നത് നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. കൃകര വായു എന്ന് പറയുന്നത് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നത്. കൂർമ്മ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു കോൺട്രാക്ഷൻ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കൂർമ്മവായു എന്നാണ്.
ദേവദത്ത എന്ന് പറയുന്നത് നമുക്ക് നോക്കുക എത്ര സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് റിലാക്സേഷനും അതുപോലെ തന്നെ നമ്മൾ കോട്ടുവ വിടുമ്പോൾ നമുക്ക് വായ അത്ര പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ദേവദത്ത എന്ന് പറയുന്നത്. എന്നാൽ ധനഞ്ജയ എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റനൻസ്, ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വായുവാണ് ധനഞ്ജയ എന്ന് പറയുന്നത്. സോ ഇതാണ് 10 വായുക്കൾ. അതിനെക്കുറിച്ച് ചില പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിൽ ചില ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നത് കാണുന്നുണ്ട്. പിന്നീട് 3 എന്ന് പറയുന്ന ആത്മശക്തി എന്ന് പറയുന്ന സെൽഫ് ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ ആത്മശക്തി എന്ന് പറയുന്നത് അധ്യാത്മ, ആദിഭൂത, ആദിദൈവ. അധ്യാത്മ എന്ന് പറയുന്നത് നമ്മുടെ സറ്റിൽ സെൻസസ് ആണ്. അതിഭൂത എന്ന് പറയുന്നത് ഗ്രോസ് സെൻസ് ഓർഗൻസ് ആണ്. ആൻഡ് സെൻസ് ഓബ്ജക്ട്സും കൂടെ ഉള്ളതാണ്. ആദിദൈവ എന്ന് പറയുന്നത് സെൻസ് ദേവതകളാണ്. ഇത് നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സട്ടിൽ സെൻസിനെ കുറിച്ചിട്ടും അതിഭൂത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് സെൻസും പിന്നെ ഒബ്ജക്റ്റ് ഓഫ് സെൻസിനെ കുറിച്ചിട്ടും അതിദൈവ എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ദേവതമാരെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തുടർന്നും അത് വരുന്നുണ്ട്. അടുത്ത ഭാഗത്തും അതിനെക്കുറിച്ച് വീണ്ടും തന്മാത്രകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഭാഗം വരുന്നുണ്ട്. നമുക്ക് അതൊന്നുകൂടെ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമുക്ക് ഇന്ന് ഈ 10 ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് കാണാൻ സാധിച്ചതിന്റെ ഒരു സമ്മറി ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ എനി കമന്റ്സ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മൾ നേരത്തെ പറഞ്ഞ വിരാട് രൂപവും ഇതുമായിട്ട് ബന്ധം അത് നൈമിഷികം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതും ഭൗതികത്തിൽ. ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയണ്ടേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വിരാട് രൂപമില്ല, അതായത് അർജുനെയൊക്കെ കാണിച്ച വിരാട് രൂപം, അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മള് സെക്കൻഡ് ക്യാൻറ്റോയിലല്ലേ, അതോ 3-ാമത്തെ സ്കന്ധത്തിലായിരുന്നോ ഒരു വിരാട് രൂപത്തിനെ കുറിച്ചിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ആയിട്ട് കാണുന്ന പ്രപഞ്ചം മുഴുവൻ, അതായത് ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളും ഒന്ന് മ്യൂട്ടിലിരുന്നാട്ടെ, ആരുടെയോ അൺമ്യൂട്ടാണ്. സോ ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഭാഗത്തിൽ കണ്ടായിരുന്നു. ഇവിടെ ആ വിരാട് പുരുഷനെ കുറിച്ച് അല്ലെങ്കിൽ വിരാട് രൂപത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലെങ്കിൽ അത് തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ല, പക്ഷെ ആ ഒരു അവസരത്തിൽ അവർക്ക് കാണിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അത് പ്രകടമാക്കി കാണിക്കുക ചെയ്യുന്നു. സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വിരാട് പുരുഷനെ അത്രയും തലകളോടും അത്രയും കൈകളോ കാലുകളോടും കൂടി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് ഭഗവാൻ അവിടെ അർജുനനോട് പറയുന്നുണ്ട്, നിനക്കിത് കാണാനുള്ള ശക്തി ഇല്ല, അതിന് ദിവ്യദൃഷ്ടി വേണം, അത് ഞാൻ നിനക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ ദിവ്യദൃഷ്ടി കാണിച്ചു കൊടുക്കുന്നത്. ആ ഭഗവാന്റെ ആ വിരാട് പുരുഷനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിന് മുകളിൽ പോകണം. പ്രപഞ്ചത്തിന് മുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭഗവാന്റെ കൈകള് കാലുകള് ആയിട്ട് നമുക്ക് ഓരോന്നിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ വിരാട് പുരുഷൻ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ അണുവായതുകൊണ്ട് വി കനോട്ട് ഫീൽ ദാറ്റ്. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മളിപ്പോ സയൻസിൽ കണ്ടു പഠിച്ചു അല്ലെങ്കിൽ കേട്ടു പഠിച്ചു, ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്നുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഭൂമി ഉരുണ്ടതാണെന്ന്? തോന്നത്തില്ല. കാരണം നമ്മൾ ആ ഭൂമിയുടെ ഭൂമിയുടെ ഒരറ്റത്തുള്ള, ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭൂമിയിലുള്ള 7 ഭൂഖണ്ഡങ്ങളിലുള്ള ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തില്, ഭാരതം എന്ന രാജ്യത്തില്, കേരളം എന്ന സ്റ്റേറ്റില്, ആലപ്പുഴ എന്ന ഡിസ്ട്രിക്റ്റില്, മാവേലിക്കര എന്ന ടൗണില്, വലിയകുളങ്ങര എന്ന ഗ്രാമത്തില് സ്ഥിതി ചെയ്യുന്ന വെറും ഒരു അണു മാത്രമാണ് ഞാൻ. സോ ഐ ക്യാൻ നെവർ ഫീൽ ദാറ്റ് എർത്ത് ഈസ് റൗണ്ട്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ഇത്രയും വിശാലമായത്. അതുപോലെ തന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ പറയായിരുന്നു, ഭൂമി 67,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നത് നമുക്ക് എപ്പോഴും തോന്നുമോ? വി നെവർ ഫീൽ ദാറ്റ്. ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഭാഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. സോ അത് തോന്നാത്തത് നമ്മൾ ഈ പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഏരിയയിലുള്ള ഒരു ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് കാണണമെങ്കിൽ ഇപ്പൊ ചന്ദ്രനിൽ പോയവര് ചന്ദ്രന് ചുറ്റും സഞ്ചരിച്ചു വന്ന, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഭൂമി ഉരുണ്ടതാണെങ്കിൽ.
അപ്പോൾ അന്ന് എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ നമ്മൾ ചെന്ന് നോക്കെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ഈ വിരാട പുരുഷനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ രൂപത്തെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് അർജുനനെ ആ സമയത്ത് ഭഗവാൻ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ദിസ് ഇസ് വിരാട് പുരുഷ എന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. ക്ലിയർ ആണോ പ്രഭു? എന്ന് പറഞ്ഞാല് അതായത് അന്നേരം പറഞ്ഞത് നൈമിഷികമാണ് സാധാരണ, പക്ഷെ ഇതിവിടെ നമ്മൾ സ്ഥിരമായിട്ട് തോന്നുന്നല്ലോ ഈ വിടാര രൂപം. നൈമിഷികം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളുടെ ദൃഷ്ടിയുടെ ഇത് വെച്ചുകൊണ്ടാണ്. അത് പറഞ്ഞ് അത് നമ്മുടെ ഭാഗവത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊരു ഇമാജിനറി ഫോം ആണ് എന്നുകൂടെ പറയുന്നുണ്ട്. വി ക്യാൻ നെവർ സേ ദാറ്റ് ഭൂമി, അതായത് ഭഗവാന്റെ കണ്ണുകളാണ് ചന്ദ്രനും സൂര്യനും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ചക്ഷുരേവ സകല ഗ്രഹാണാം, ശ്ലോകം രാജാ സമസ്ത സുരമൂർത്തിരശേഷ രൂപ ശേഷ ബിഗിനിങ് ഓഫ് ദ ശ്ലോകം അന്താന്തരസ്തു പരമാണു ഛയാന്തരസ്ഥം. സോ നമുക്ക് അതൊരു ഇമാജിനറി ഫോം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈ പറഞ്ഞ എന്താ പറയാ സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ കണ്ണുകളാണ് എന്ന് നമ്മൾക്ക് എക്സാക്ട്ലി അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് എമിനേറ്റ്സ് ഫ്രം ദ ലോർഡ്. ആ ശക്തി പോലും ഭഗവത്ഗീത 10ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ, ഭഗവാന്റെ ശക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഭഗവാനാണ് സൂര്യന് കൊടുക്കുന്ന പ്രകാശം എന്നൊരർത്ഥത്തിലാണ് പറയുന്നത്. ഭഗവാന്റെ കണ്ണുകളിൽ എന്താ സൂര്യനും ചന്ദ്രനും ഇരിക്കുക? അതൊരു നമുക്കത് എന്താ പറയുക, എല്ലാം ഭഗവാന്റെ അംശമാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്, എന്ന് നമുക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അതുപോലെ തന്നെ പറയുന്നു ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത പറയുന്നു, ഐ ആം അർജുന യമങ് പാണ്ഡവാസ്. പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അർജുനൻ മാത്രമാണോ ഭഗവാൻ? അല്ല. യുധിഷ്ഠിരനും നകുലനും സഹദേവനും ഭീമനും എല്ലാവരും ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാന്റെ ജീവാംശമാണ് ഇത്. പക്ഷെ എങ്കിലും ആ ക്വാളിറ്റീസിൽ പറയുന്നു അർജുനനാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു. വെള്ളത്തിലെ ടേസ്റ്റ് ഞാനാകുന്നു. വെള്ളവും ഭഗവാൻ തന്നെയാണ്. നോട്ട് ഓൺലി ദ ടേസ്റ്റ് മാത്രമല്ല ഭഗവാൻ, വെള്ളവും ഭഗവാനാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആ രൂപത്തിനെ പറയുകയാണ് ചെയ്തത്. ഇത് നൈമിഷികമാണെന്ന് പറഞ്ഞാലും നൈമിഷികം എന്ന് പറയുന്നത് അവിടെ അർജുനനെ കാണിച്ചു കൊടുത്ത രൂപം നൈമിഷികമാണെന്ന് ഭഗവാൻ പറയുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ കാണുന്ന വിരാട് രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭഗവാന്റെ ഇതെല്ലാം ഭഗവാന്റേതായിട്ട് നമുക്ക് കാണണം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം പറയാം. ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാകും ഓരോ കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ള ഓരോ വസ്തുക്കളെ കുറിച്ച് നമ്മൾ കാണുകയോ കേൾക്കുകയോ തിരിച്ചറിയുകയോ ഫീൽ ചെയ്യുകയോ എന്ത് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് റിമെമ്പർ ദ ലോർഡ്. ദാറ്റ് ഇസ് എ പർപ്പസ്. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ ഓർക്കുക എന്നതാണ്. അപ്പൊ ഭഗവാനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വിസ്തരിച്ച് അല്ലെങ്കിൽ വിവരിച്ച് നമുക്ക് നൽകുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട്, ഞാൻ വീണ്ടും പറയില്ല, അതിനകത്ത് പറയുന്നുണ്ട് ഭഗവാന്റെ കൈകൾ ഇന്നതാണ്, കാലുകൾ ഇന്നതാണ്. തീർച്ചയായിട്ടും ഭഗവാൻ അതാണ്. എന്നാൽ ഇതുപോലെ ഡിഫറെന്റ് ആൻഡ് നോൺ ഡിഫറെന്റ് എന്ന് പറഞ്ഞ പോലെ, അചിന്ത്യാഭേദ തത്വം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ എല്ലാം അത് തന്നെയാണ്. എന്നാൽ ഭഗവാൻ അതല്ല താനും. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി ലൈക്ക്, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ആ രൂപത്തില് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല പെർമനന്റ് ആയിട്ട്. അതാണ് പറയുന്നത് നൈമിഷികം എന്ന് പറഞ്ഞത് അർജുനനെ കാണിച്ച ആ രൂപത്തിനെ കുറിച്ച് അവിടെ നൈമിഷികം എന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ഭഗവാന്റെ രൂപമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാത്തിന്റെ സോഴ്സ് ഭഗവാനാണ് എന്ന് നമ്മളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയും അതുപോലെ ഇത് എന്ത് വസ്തുക്കൾ നമ്മൾ കണ്ടാലും ഭഗവാനെ നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് ഈ പഠിപ്പിക്കുന്നതിന്റെ ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നതിന്റെ തത്വം എന്ന് പറയും. ഓക്കെ പ്രഭു. നമ്മുടെ അവബോധം അന്ന് അത് പഠിക്കുന്ന സമയത്ത് എത്രയുണ്ടോ അത്രയും ഭാഗം മാത്രം നമുക്ക് തന്നു. ഇപ്പൊ ഇത് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബോധത്തെ കുറച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പറയും അല്ലേ? പ്രോഗ്രസീവ് വേ ആണ്. പ്രോഗ്രസീവ്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ, എന്തെങ്കിലും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭുജി. ആ സെപ്പറേറ്റ്ലി കിടന്ന എല്ലാറ്റിനെയും ചേർത്തു ഭൗമാണ്ഡമാക്കി. അത് ജീവശക്തി. അടുത്തത് പ്രഭു ഒന്ന് പറഞ്ഞു തരണേ, പ്രാണശക്തി ഒന്നും കൂടെ. ഏത് ഭാഗമാണ് മതി? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സമ്മറി പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് മതി പറയുന്നത്. ലാസ്റ്റ് അത് തന്നെ പ്രഭു. ഓക്കെ, അതായത് നമ്മൾ ആദ്യം കണ്ട അതിന്റെ ഏത് ഭാഗമാണ് ഒന്ന് കേൾക്കേണ്ടത്? നമ്മൾ ആദ്യം അതായത് സെപ്പറേറ്റ് ആയി കിടന്ന എല്ലാത്തിനെയും ചേർത്തു ഭൗമാണ്ഡമാക്കി. അങ്ങനെ ഞാൻ അതെ, ഭൗമാണ്ഡമായിട്ട് ഏത് ശക്തി പിന്നെ ആത്മ മൂന്ന് ജീവശക്തി. ഞാൻ അപ്പൊ ആ ഭൗമാണ്ഡത്തില് ജീവസത്തകളും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് ഒരു 1000 ദേവവത്സരങ്ങൾ അതിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. 1000 ദേവവത്സരങ്ങൾ അതിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജിലാണ് ഈ എല്ലാ ജീവാത്മാക്കളെയും ജീവജാലങ്ങളെയും അതുപോലെ ഈവൻ ദേവീദേവന്മാർ ഉൾപ്പെടെ ഉള്ളവരെ എൻലൈവൻ ചെയ്തെടുത്ത് അവർ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്തിയെടുക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ ക്രിയേഷനിൽ നമ്മൾ എവിടെയോ സ്റ്റോപ്പ് ചെയ്തിരുന്ന ഭാഗത്ത് നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഒരു റീസ്റ്റാർട്ടിങ് ആണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ്, കാരണം എങ്കിലല്ലേ നമുക്കൊരു ഏത് രൂപം എടുക്കണം എന്നുള്ളതിനൊരു റീസൺ ഉണ്ടാകണമല്ലോ. ഭഗവാൻ ചുമ്മാതെ അങ്ങനെ ഒരു തരികയല്ല. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന രൂപം നമ്മൾ പറയുന്നപ്പം അതിനു മുൻപ് ഭഗവാൻ നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള രൂപത്തിൽ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ അണ്ടത്തിൽ നിന്ന് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തിലാകുമ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു ജീവാത്മാക്കൾക്കും ദേവീദേവന്മാർക്കും ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് വിരാട പുരുഷൻ എന്ന് പറയുന്നത് എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് 1, 10, 3 എന്ന ഭാഗത്തിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ്. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. പിന്നെ പ്രാണവായുവിനെ കുറിച്ച് എന്താ മാതാജി ചോദിച്ചേ? ഇല്ല പ്രജ, അത് ഞാൻ എഴുതിയായിരുന്നു. ക്ലിയർ ആണ്. ശരി, ഓക്കെ. കൃഷ്ണ പ്രഭു, ഈ ഭൗമാണ്ഡം എന്ന് പറയുന്നതല്ലേ ബ്രഹ്മാണ്ഡം? അത് തന്നെ, ബ്രഹ്മാണ്ഡം എന്ന് തന്നെ പറയാം. So Hare Krishna, thank you so much. Grandhara Srimad Bhagavatam ki jai, Shri Prabhupada ki jai, Guru Maharaj ki jai, Ananda Kodi Vaishnavanda ki jai, Nitai Gaur Sadhanath Premanande.